ഒറ്റയടിക്ക് 200ഓളം പേരാണ് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. അതും മാങ്കൂട്ടം MLA മണ്ണിൽ. പാലക്കാട് BJPക്ക് അല്പം പ്രതീക്ഷയുണ്ടായിരുന്നത് പോലും വറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. പാലക്കാട് BJPക്ക് ഇത്തിരിയെങ്കിലും വളക്കൂറുള്ള മണ്ണായിരുന്നു. പിന്നെ CPM-നെ നോക്കേ വേണ്ട. ആകെ BJP ആദ്യമായി പിടിച്ച നഗരസഭയും പാലക്കാടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാങ്കൂട്ടത്തിന്റെ വരവും പിന്നാലെയുള്ള BJPയുടെയും ഒപ്പം CPM-ന്റെയും പതനവുമാണ് കാണുന്നത്. ഇപ്പോൾ ഇതാ പാലക്കാട് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനും V4 പട്ടാമ്പി നേതാവുമായ TP ഷാജിയും 200ഓളം പ്രവർത്തകരും കോൺഗ്രസിലേക്ക് അംഗത്വമെടുത്തിരിക്കുകയാണ്. KPCC ആസ്ഥാനത്ത് സണ്ണി ജോസഫ് അംഗത്വം നൽകി സ്വീകരിച്ചും കഴിഞ്ഞു. പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്നാണ് TP ഷാജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് LDF-മായി സഹകരിച്ചത്. നഷ്ടപ്പെട്ട നഗരസഭാ ഭരണം കോൺഗ്രസിനെ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസിൽ വീണ്ടും ചേർന്നുകൊണ്ട് ഷാജി പറഞ്ഞിരിക്കുകയാണ്. 5 വർഷം മുൻപായിരുന്നു ഷാജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് V4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിച്ച് CPM-മായി സഹകരിക്കാൻ ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സണായ ഷാജി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് വെച്ച് നടന്ന പരിപാടിയിലായിരുന്നു ഷാജി ഉൾപ്പെടെയുള്ള V4 പട്ടാമ്പിയുടെ 200ഓളം അംഗങ്ങൾ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് നഷ്ടപ്പെട്ട പട്ടാമ്പി നഗരസഭാ ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നും ഷാജിയും കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. 200 പേരെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്ന ആ ദൃശ്യങ്ങൾ കൂടി കാണാം. അതെയോ? വെരി ഗുഡ്. ഞങ്ങൾക്ക് പോകണം അമേരിക്ക. ഈ പുനഃപ്രവേശത്തിന് നേതൃത്വം നൽകിയവരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും ഉണ്ട്. അവർക്ക് പ്രത്യേകമായി പ്രസിഡന്റിന്റെ വക ഒരു ഷാൾ അണിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. വിളിക്കാം. അത് കഴിഞ്ഞിട്ട്